ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ഒരു റിവ്യൂ ആണ്. നമ്മളിപ്പോൾ നമ്മുടെ ഈ OnePlus Nord 5 ഉപയോഗിച്ച് തുടങ്ങിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊരു 30,000 റേഞ്ചിൽ ഒരു ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് OnePlus ബ്രാൻഡ് നോക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു നോഡ് സീരീസിലത്തെ പുതിയൊരു ഫോണാണ് നമ്മുടെ OnePlus Nord 5. 8GB 256GB പ്രൈസ് സ്റ്റാർട്ടിങ് വരുന്നത് 32,000 രൂപയാണ്. നിങ്ങൾക്ക് കാർഡ് ഓഫർ ഒക്കെ ഉണ്ടെങ്കിൽ 2,000 രൂപ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ കറക്റ്റ് 30,000 രൂപയാവും. അപ്പോൾ ഇത് ഗ്രേ കളർ മോഡലാണ്, 3 കളറിൽ അവൈലബിൾ ആണ്. വൈറ്റ് കളറൊക്കെ വരുന്നുണ്ട്, പിന്നെ ഒരു ബ്ലൂയിഷ് വൈറ്റ് എന്നാണ് ഞാൻ പറയാൻ സാധ്യത. ഇതിന്റെ MRP ഒക്കെ 35,000 രൂപയാണ് കേട്ടോ. മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. 1 ഇയർ വാറണ്ടി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ ബോക്സും ഒക്കെ കാരണം കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ അൺബോക്സിംഗ് വീഡിയോ കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തൂർ പോയി കണ്ടു കാരണം നമ്മുടെ 2 മെയിൻ ചാനലിലുണ്ട്. നമ്മുടെ പുതിയ ചാനലുണ്ട്, നമ്മുടെ പഴയ ചാനലുണ്ട്. ഗുഡ് ആപ്പൻസ് എന്ന ചാനലുണ്ട്, GHH പോലുള്ള ചാനലുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോൺ വരുന്നത്. ഞാൻ ഗ്രേ കളറാണ് ഓപ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നമുക്കൊരു എന്താ പറയുക, ഇത് നമുക്ക് ഇനീഷ്യലി നമുക്ക് പറയാനുള്ളത് ഒരു ഞാൻ റെക്കമെൻഡ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് തന്നെ പറയാം. നിങ്ങളൊരു 30,000 റേഞ്ചിൽ നിങ്ങൾ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് കണ്ണും പൂട്ടി വാങ്ങിക്കാട്ടാ. എക്സെപ്റ്റ് ക്യാമറ സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ, എന്താ വെച്ചാൽ ക്യാമറ ഇതിനായിട്ടും കുറച്ചുകൂടി ബെറ്റർ നമ്മുടെ മോട്ടോ എഡ്ജ് 60 Pro ആണ്. ഭയങ്കര ബെറ്റർ എന്നല്ല, നമുക്ക് അതിലൊരു സെൻസർ എക്സ്ട്രാ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ടൊരു ഒരു പ്ലസ് പോയിന്റ് അതിന്റെ ക്യാമറ സെറ്റപ്പിനുണ്ട്. ഭയങ്കര ഡിഫറൻസ് ഒന്നും അല്ല പറയുന്നത്, ഇതിന്റെ ക്യാമറ മോശമെന്നല്ല പറയുന്നത്. പക്ഷെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ക്യാമറ സെൻട്രിക് ആയിട്ട് ഒരു 30,000 റേഞ്ചിൽ ഫോൺ നോക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പറയാൻ കാരണം അങ്ങനെയാണ്, അതുകൊണ്ടാണ് കേട്ടോ. അല്ലാതെ പക്ഷെ ഇതിന്റെ ക്യാമറ പെർഫോമൻസ് കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് ഇതിന്റെ സ്ക്രീൻ എന്താ പറയുക, ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഓൾറെഡി അൺബോക്സിംഗ് വീഡിയോയിലൊക്കെ ഞാൻ ഇട്ടുണ്ടായിരുന്നു, നോക്ക് നിങ്ങൾ കണ്ടാവും വിചാരിക്കുന്നു. നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്വാളിറ്റി ഫ്രണ്ട് ക്യാമറ ആയിക്കോട്ടെ, സെൽഫി ക്യാമറ ആയിക്കോട്ടെ. 50 മെഗാ പിക്സലിന്റെ ഒരു മെയിൻ സെൻസറും 8 മെഗാ പിക്സലിന്റെ ഒരു സെൻസറും ഫ്രണ്ടിൽ 50 മെഗാ പിക്സലിന്റെ സെൽഫി സെൻസറാണ് വരുന്നത്. അതാണ് ക്യാമറയുടെ കാര്യം പറയാനുള്ളത്. നമുക്ക് 4K ഷൂട്ട് ചെയ്യാൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ലൈറ്റ് വെയിറ്റ് ആണ്, പക്ഷേ 200ന്റെ മുകളിൽ വെയിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫീൽ ഇല്ല. പക്ഷേ നമുക്ക് 2 സൈഡിലും ഗ്ലാസ് തന്നെയാണ് വരുന്നത്. പക്ഷേ ഫ്രെയിം പ്ലാസ്റ്റിക് ആണ് വരുന്നത് കേട്ടോ. പിന്നെ ഇതിലത്തെ നമ്മുടെ ഈ എന്താ പറയുക ടൈപ്പ് C വരുന്നത് 2.0 ആണ്. അതൊരു ഡ്രോബാക്ക് എന്ന് വേണമെങ്കിൽ, അല്ലെങ്കിൽ കോൺ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിലേക്ക് പോകണമെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ ബട്ടൺ വരുന്നുണ്ട്. നമുക്കത് വേണമെങ്കിൽ നമ്മുടെ ഈ ഐഫോണിലൊക്കെ ഇല്ലേ, അതേപോലെ ഉപയോഗിക്കാൻ പറ്റും. സെയിം അതിലെല്ലാ പരിപാടിയും ചെയ്യാൻ പറ്റും. നമുക്ക് മ്യൂട്ട് ബട്ടണായിട്ട് ഉപയോഗിക്കാം, ക്യാമറ ബട്ടണായിട്ട് ഉപയോഗിക്കാം, എന്ത് വേണമെങ്കിൽ ഉപയോഗിക്കാം. ഞാൻ ഇതിൽ ക്യാമറയാണ് ചെയ്തേക്കുന്നത്. അമർത്തി പിടിച്ചു കഴിഞ്ഞാൽ ക്യാമറ ഓപ്പൺ ആവും കണ്ടു. നമുക്കിത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ഷട്ടർ ബട്ടണായിട്ട് ഉപയോഗിക്കാൻ കണ്ടു. അങ്ങനെ കുറച്ച് ബെറ്റർ സംഭവങ്ങളുണ്ട്. ഇത് ഇങ്ങനത്തെ പരിപാടി OnePlus പോലും ഇല്ല. OnePlus അല്ല, ഐഫോണിൽ പോലും ഇല്ല. ഇതാണ് നമ്മളിപ്പം എടുത്ത ക്യാമറ ഫോട്ടോ ഇട്ടാണ്ടോ, നല്ല ക്വാളിറ്റി ഉണ്ട്. ചുമ്മാ എടുത്താണ് ഇപ്പോൾ കണ്ടോ. അപ്പോൾ ക്യാമറ ഞാൻ നേരത്തെ പറഞ്ഞത്, അതാണ് ഞാൻ നേരത്തെ എടുത്ത് പറയാൻ കാരണം. മോശമെന്നല്ല പറഞ്ഞത്, നിങ്ങൾക്ക് ക്യാമറ സെൻട്രിക് ആയിട്ടൊരു ഫോക്കസ് കാണുന്നുണ്ടെങ്കിൽ മോട്ടോ എഡ്ജ് 60 Pro പോയാൽ മതി എന്ന് പറഞ്ഞേട്ടാ. പിന്നെ ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ വൺ ഓഫ് ദ ടോപ്പ് ബെസ്റ്റ് ഡിസ്പ്ലേ ഇൻ ദിസ് പ്രൈസ് റേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. എന്താ വെച്ചാൽ നല്ല ക്വാളിറ്റി ഡിസ്പ്ലേ ആണ് വരുന്നത്. വലിയ ഡിസ്പ്ലേ ആണ് വരുന്നത്, അത് വേറെ കാര്യം. കോമ്പാക്ട് ഫോൺ നോക്കുന്നവർക്ക് ഇത് പറ്റില്ല. പിന്നെ ഇത് ഫ്ലാറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്, കെർവും കാര്യങ്ങളൊന്നും അല്ല. മോട്ടോ എഡ്ജ് 60 Proന്റെ കെർവാണ് വരുന്നത്. അപ്പോൾ കെർവ് ഇപ്പോൾ കുറേ പേർക്ക് ഇഷ്ടമില്ലാത്തവർ കുഴപ്പമുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മോട്ടോ എഡ്ജ് 60 എടുക്കാൻ പറ്റില്ല. എന്ന് വെച്ചാൽ കുറേ പേർക്ക് കെർവ് ഇപ്പോൾ ഇഷ്ടമല്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ കുറേ ബ്രാൻഡുകൾ ഇപ്പോൾ കെർവ് പരിപാടി നിർത്തി കുറൊക്കെ. ഭയങ്കര ഇപ്പോൾ മോട്ടോ മാത്രമാണ് മെയിനായിട്ട് നിങ്ങളെടുത്ത് കൊണ്ടുപോകണമല്ലോ. ബാക്കി എല്ലാ ബ്രാൻഡുകളും ഇപ്പോൾ നിർത്തി വന്നു തുടങ്ങി. അപ്പോൾ ഡിസ്പ്ലേ, ഇതിന്റെ ഫ്രണ്ട് ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ ഇതൊരു നോഡ് ഡിവൈസ് ആണെന്ന് പറയില്ല കേട്ടോ ആരും. 13R എന്നൊക്കെയാണെന്ന് പറയുള്ളൂ. അത്രയും ക്വാളിറ്റി വരുന്നുണ്ട് ഡിസ്പ്ലേക്ക്. നമുക്ക് ബസ്സിലൊക്കെ ഉണ്ട്, ഭയങ്കര കുറവാണ്. നമുക്ക് 120 Hz ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. പിന്നെ ഫിംഗർ പ്രിന്റ് ഇവിടെ താഴെയാണ് കൊണ്ട് കൊടുത്തിരിക്കുന്നത്, പക്ഷേ ഫാസ്റ്റ് ആണ് കേട്ടോ. ഒപ്റ്റിക്കലാണ് വരുന്നത്, പക്ഷേ ഫാസ്റ്റ് ആണ്. നിങ്ങളത് യൂസ് ടു ആയിക്കോളും, വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെന്താ നമുക്ക് പറയാനുള്ളത്, നമ്മളെ ക്ലീൻ UI ആണ്. ഇതിലൊരു ഒറ്റ ബ്ലോട്ട് വെയർ പോലും ഉണ്ടായിരുന്നില്ല. നമ്മുടെ ബാക്കിയുള്ള OnePlus 13 സീരീസിലൊക്കെ നമുക്ക് ബ്ലോട്ട് വെയർ ഉണ്ടായിരുന്നു. ഇതിൽ പക്ഷേ അതൊന്നും ഇല്ല കേട്ടോ. അത് അവർ ഫുൾ റിമൂവ് ചെയ്തിട്ടുണ്ട്. നല്ല കാര്യം. എന്താ പറയുക, തംസ് അപ്പ് ഫോർ OnePlus. അതുപോലെ തന്നെ നമുക്കിതിൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള ആപ്പുകൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. നല്ല കാര്യം തന്നെയാണ്, ഭയങ്കര സ്മൂത്താണ്. അപ്പം നമുക്ക് എന്തായാലും തിരിച്ചു വരാം നമ്മുടെ റിവ്യൂയിലേക്ക്. അപ്പോൾ ഇനി നമുക്ക് ആകെ ഇതിൽ പറയാനുള്ളത് ബാറ്ററി ബാക്കപ്പിനെ കുറിച്ചാണ്. 6800 mAh ബാറ്ററി വരുന്നുണ്ട്, 80 വാട്ടിന് ഫാസ്റ്റ് ചാർജിങ് വരുന്നുണ്ട്. നല്ല ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട് കേട്ടോ. 2 ദിവസമൊക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. നിങ്ങളൊരു മീഡിയം യൂസ് ഒക്കെ ആണെങ്കിൽ 2 ദിവസമൊക്കെ നമുക്ക് സുഖമായിട്ട് ബാറ്ററി ബാക്കപ്പ് കിട്ടും. അതും നമുക്ക് ഇനിയും ബെറ്റർ ആവാനാ സാധ്യത വരുന്നുള്ളൂ. പിന്നെ നമുക്ക് ഇനി നമ്മുടെ OxygenOS 15ന്റെ കാര്യം പറഞ്ഞാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ്. കറക്റ്റായിട്ട് നമുക്ക് അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബഗ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ് കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ള UI വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെന്താ, പിന്നെ നമ്മൾ മോസ്റ്റ്ലി എല്ലാം നമ്മൾ പറഞ്ഞു കൊണ്ടുപോകും. ഇതാണ് എനിക്ക് ആക്ച്വലി ശരിക്കും ഒരു 30,000 റേഞ്ചിൽ നമ്മൾ ആക്ച്വലി മോട്ടോ എഡ്ജ് 60 Pro ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ നത്തിങ് 3A പിന്നെ ഞാൻ അത് വിട്ടു. പക്ഷെ അത് ഇതിന്റെ ഈ 2 ഫോണുകളുടെയും റേഞ്ചിലൊന്നും നത്തിങ് 3A Pro ഒന്നും വരില്ല കേട്ടാ. അതിന്റെ ഡിസ്പ്ലേ തന്നെ കണ്ട ഈ ഇതിന്റെ 2 ഏരിയയ്ക്ക് അടുത്തുകൂടെ പോവില്ല. അത് വേറെ കാര്യം. അപ്പൊ ആ 2 സെക്ടറിൽ ഇതിനെ കൂട്ടാൻ പറ്റില്ല. പറയുമ്പോഴായിട്ടും കുറച്ചുകൂടി വില കുറവാണ്. എന്നാലും പക്ഷെ 3000 രൂപയ്ക്ക് കുറവുള്ളൂ. എന്നാലും പക്ഷെ അത് വെറുത്തല്ല സാധനം 3A Pro ഒന്നും. നത്തിങ്ങിന്റെ 3 തന്നെ കണ്ടില്ലേ, നല്ല കുതിര സാധനം. 80,000 രൂപയ്ക്ക് കൊണ്ട് വെച്ചേക്കുന്ന സാധനം. 50,000 രൂപയുടെ സാധനം 80,000 രൂപയ്ക്ക് കൊണ്ട് വെച്ചേക്കണേ. അപ്പോൾ നത്തിങ്ങിന്റെ തല തിരിഞ്ഞൊന്നുണ്ട്, എന്താ പറ്റിയെന്ന് അറിയില്ല. അപ്പോൾ അത് പോട്ടെ. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് ഫോൺ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം സാധനത്തിനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ണും പൂട്ടിയെടുക്കാം. എനിക്ക് ആക്ച്വലി സാധനം ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്ന ഒരു സാധനം. ഞാനിവിടെ 30,000 റേഞ്ചിൽ ഫോണിൽ ഒരു ആളുകളും ചോദിക്കുകയാണെങ്കിൽ ഞാൻ ഈ സാധനം കണ്ണും പൂട്ടി റെക്കമെൻഡ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് നമുക്ക് ഫോളോ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഗ്രീൻ ലൈൻ ഇഷ്യൂ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ലൈഫ് ടൈം ഫ്രീ ഗ്രീൻ ലൈൻ ഇഷ്യൂ നമുക്ക് വരുന്നുണ്ട്. ഗ്രീൻ ലൈൻ വാറണ്ടി നമുക്ക് ഇപ്പോൾ OnePlusന്റെ കൂടെ ഒക്കെ വരുന്നുണ്ട്. നിലത്ത് രണ്ടൊക്കെ ഇരുന്നാൽ മതി. എന്ന് വെച്ചാൽ രണ്ടും കാര്യങ്ങളൊന്നും വരാൻ പാടില്ല എന്നുള്ള കുഴപ്പം മാത്രമേ ഉള്ളൂ കേട്ടോ. അത്യാവശ്യം നല്ലൊരു കേസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോക്സിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു കേസ് വരുന്നുണ്ട് ബ്ലാക്ക്. എന്നാലും പക്ഷേ ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ക്വാളിറ്റി കേസ് വാങ്ങിച്ച് ഉപയോഗിക്കായിരിക്കും നല്ലത്. ഇൻബിൽഡ് ആയിട്ട് സ്ക്രീൻ ഗാർഡും വരുന്നുണ്ട്. അപ്പോൾ വലിയ വാങ്ങിച്ച് കഴിഞ്ഞാൽ നമുക്ക് വേറെ കാശ് ചിലവൊന്നുമില്ല എന്ന് വേണമെങ്കിൽ പറയാം. തന്നെ അത് എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ ശരിക്കും എല്ലാ ബ്രാൻഡുകളും ഇതുപോലെ തന്നെ ഇൻബിൽഡ് ആയിട്ട് സ്ക്രീൻ ഗാർഡ് കൊടുക്കണം. അതൊരു മസ്റ്റ് പരിപാടിയാണ്. ഇപ്പോൾ അവർ എല്ലാം ഈ ആപ്പിളിന്റെ പരിപാടികളാണല്ലോ ഇതെല്ലാം. ആപ്പിളാണല്ലോ തുടങ്ങി വയ്ക്കുന്നത്. പിന്നെ കമ്പനിക്ക് ലാഭം കിട്ടുന്ന പരിപാടിയാകുമ്പോൾ ബാക്കി എല്ലാ ബ്രാൻഡും ഇത് ഫോളോ ചെയ്യും. അതാണ് ഇപ്പോൾ ആപ്പിളും സാംസങ്ങും പിക്സലൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്രയും ഒരു ഫോണും ഒരു ചെറിയൊരു സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാൻ ഇവർക്ക് എന്ത് ചിലവാണ് വരാൻ പോകുന്നത്. അവരതും മാസീവായിട്ട് എടുക്കുമ്പോൾ അതും ഭയങ്കര ലാഭമാണ്, അത് വേറെ കാര്യം. പക്ഷേ ഈ ചൈനീസ് ബ്രാൻഡ് നമ്മൾ പറയുമ്പോൾ ചൈനീസ് ബ്രാൻഡുകളതൊക്കെ പറയുമ്പോൾ നമുക്ക് വലിയ ഇഷ്ടമുള്ള പരിപാടി ഒന്നല്ല. എന്നാലും അവർ കസ്റ്റമർ സെൻട്രിക് ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ. അത് എടുത്ത് പറയേണ്ട സാധനം തന്നെയല്ലേ. നമുക്ക് ലാഭം കിട്ടുന്ന പരിപാടി അതൊക്കെ. പക്ഷെ അത് എടുത്ത് പറയേണ്ട സംഭവം തന്നെയാണ്. എന്താ വെച്ചാൽ ഞാൻ എൻ്റെ എക്സ്റ്റേണൽ പ്രോന് ഞാൻ വാങ്ങിച്ച ശേഷം ഇതിൽ ഇൻബിൽഡ് ആയിട്ട് വന്നേക്കുന്ന സ്ക്രീൻ ഗാർഡ് തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പൊ ഞാൻ വേറെ വല്ല ഇപ്പോൾ സാംസങ്ങോ ഐഫോണോ അല്ലെങ്കിൽ പിക്സലൊക്കെ ആണെങ്കിൽ സെപ്പറേറ്റ് വേറെ ഒട്ടിക്കാൻ നിൽക്കണം, വേറെ കാശ് കൊടുത്തിട്ട്. അതും ഇതുപോലത്തെ ക്വാളിറ്റി നല്ല ബ്രാൻഡ് വില കൂടിയ സാധനം ആകുമ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റി സ്ക്രീൻ ഗാർഡ് തന്നെ ഒട്ടിക്കണം. മിനിമം ഒരു 1000-1200 രൂപയൊക്കെ ചിലവാകും. അപ്പൊ അത് നമുക്ക് ലാഭിക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഇങ്ങനെ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് തരികയാണെങ്കിൽ അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു സംഭവം തന്നെയാണ് കേട്ടോ. പറയുമ്പോൾ ചൈനീസ് ആണെങ്കിലും നല്ല കാര്യം എടുത്ത് പറയണല്ലോ. അത് ഞാൻ അതുകൊണ്ട് എടുത്ത് പറയുമ്പോൾ മാത്രം. അപ്പൊ നമുക്ക് ചൈനീസിന്റെ ഫേവർ ചെയ്തിട്ടൊന്നുമല്ല, നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല, അതാണ് വേറെ കുഴപ്പം. അപ്പൊ എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. നമ്മുടെ 2 ചാനൽ മാത്രം പോയി കണ്ടു സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, മനസ്സിലേക്ക് വേണ്ടി ഒന്ന് ഷെയർ ചെയ്യുക. എന്തായാലും സംശയങ്ങളൊക്കെ എന്നെ കമന്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമന്റ് പോകുന്നതാണ്. അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അടുത്ത് വരണം.